മാർപ്പാപ്പയുടെ അംഗീകാരം. ദിവസങ്ങൾ കടന്നുപോയി. ഇപ്പോൾ ഫ്രാൻസിസിൻ്റെ സഭയിൽ 12 അംഗങ്ങളായി. യുവത്വവും ജോലി ചെയ്യാൻ ആരോഗ്യവുമുള്ള 12 പേർ. ഇവർ ഭിക്ഷ തീണ്ടി ജീവിക്കുന്നതിനെ പലരും എതിർത്തു. ഒടുവിൽ പരാതി മെത്രാൻ്റെ അടുക്കലെത്തി. അദ്ദേഹം ഫ്രാൻസിസിനെ വിളിപ്പിച്ചു. തങ്ങൾ ഒരു ജോലിയും കിട്ടാത്ത ദിവസങ്ങളിൽ മാത്രമേ ഭിക്ഷയെടുത്ത് ഉപജീവനം കഴിക്കാറുള്ളൂ എന്ന് ഫ്രാൻസിസ് മെത്രാനെ അറിയിച്ചു. അങ്ങ് ആവശ്യപ്പെടുന്ന പക്ഷം അത് ഉപേക്ഷിക്കാൻ തയ്യാറാണെന്നും തങ്ങൾ സുവിശേഷമനുസരിച്ച് ജീവിക്കുമെന്നും അദ്ദേഹം മെത്രാൻ ഉറപ്പു കൊടുത്തു. ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കണം. ഇതുവരെയും അസീസിയിലും പരിസരത്തും മാത്രമേ ചുരുങ്ങിയിരുന്നു. അതുപോരാ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അനുവാദം കിട്ടണം. തൻ്റെ അധികാരപരിധിക്ക് പുറത്ത് പ്രേക്ഷിത വേല നടത്തുവാൻ അനുവാദം തരാൻ അസീസിയിലെ മെത്രാന് കഴിയില്ല. അതിന് പരിശുദ്ധ പിതാവിൻ്റെ അനുവാദം വേണം. അതുകൊണ്ട് റോമിൽ പോയി മാർപ്പാപ്പയെ കാണണം. ഫ്രാൻസിസും കൂട്ടരും പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനിച്ചു. മാർപ്പാപ്പയെ കാണാൻ പോകുമ്പോൾ നമ്മുടെ പ്രവർത്തന രീതികളെക്കുറിച്ചും ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചും നിയമാവലി എഴുതി ഉണ്ടാക്കണം. അതുപ്രകാരം മാത്രമേ അദ്ദേഹം അനുവാദം തരൂ. മറ്റു സഭകളുടേതിൽ നിന്നും വ്യത്യസ്തമായിരിക്കും നമ്മുടെ നിയമാവലി, അവർ ചിന്തിച്ചു. സുവിശേഷത്തിൽ അങ്ങിങ്ങ് ചിതറിക്കിടക്കുന്ന ക്രിസ്തുവിൻ്റെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ക്രോഡീകരിച്ച് ഫ്രാൻസിസ് പുതിയൊരു നിയമാവലി എഴുതി ഉണ്ടാക്കി. മറ്റ് സഹോദരന്മാർ അതിൽ അദ്ദേഹത്തെ സഹായിച്ചു. പൂർണ്ണമായും ദാരിദ്ര്യത്തിൽ അധിഷ്ഠിതമായ പുതിയ നിയമാവലിയായിരുന്നു അത്. പണ്ഡിതനും പ്രഗത്ഭനുമായ പ്രതാപിയുമായ ഇന്നസെൻ്റ് മൂന്നാമൻ മാർപ്പാപ്പ റോമ ഭരിക്കുന്ന കാലം ഫ്രാൻസിസും കൂട്ടരും തങ്ങൾ ഉണ്ടാക്കിയ നിയമാവലിയുമായി റോമിലെത്തി. പത്രോസിൻ്റെ ദേവാലയത്തിൽ കയറി പ്രാർത്ഥിച്ചു. അതിനുശേഷം മാർപ്പാപ്പയെ മുഖം കാണിച്ചു. മാർപ്പാപ്പ അവരെ സൂക്ഷിച്ചു നോക്കി. പ്രാകൃതരും വികൃതവേഷക്കാരുമായ 12 പേർ, പറന്ന മുടിയും അഴുക്ക് പുരണ്ട വസ്ത്രങ്ങളും. ആരാണ് നിങ്ങൾ? നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങളെ ഇങ്ങോട്ട് ആര് കടത്തിവിട്ടു? മാർപ്പാപ്പ ക്ഷുഭിതനായി. ഫ്രാൻസിസ് വിനീതനായി തങ്ങളുടെ ആഗമനോദ്ദേശം അറിയിച്ചു. ബൈബിളോ ദൈവശാസ്ത്രമോ പഠിച്ചിട്ടില്ലാത്ത നിങ്ങൾ വല്ല പന്നിക്കൂട്ടത്തിലും പോയി പ്രസംഗിച്ചോളൂ. ദൈവജനത്തെ പഠിപ്പിക്കുവാൻ ഇവിടെ അറിവുള്ളവരുണ്ട്. മാർപ്പാപ്പ ക്ഷോഭത്തോടെ അവരെ പറഞ്ഞയച്ചു. പുറത്തിറങ്ങിയ ഫ്രാൻസിസ് നേരെ പോയത് പരിസര പ്രദേശത്തുള്ള ഒരു പന്നിക്കൂട്ടത്തിലേക്കാണ്. അദ്ദേഹം അവരോട് ദൈവസ്നേഹത്തെക്കുറിച്ച് കുറേ നേരം പ്രസംഗിച്ചു. അന്ന് രാത്രി മാർപ്പാപ്പയ്ക്ക് ഒരു ദർശനമുണ്ടായി. ക്രൈസ്തവ സഭയുടെ ആസ്ഥാനമായ ദേവാലയം ഭീകരമാംവിധം ഇളകിയാടി. ഒരു വശത്തേക്ക് പതിക്കുന്നു. പെട്ടെന്ന് പ്രാകൃത വേഷക്കാരായ ഒരു സന്യാസി കുതിച്ചെത്തി ദേവാലയം തൻ്റെ തോളിൽ താങ്ങി. അയാൾ സാവധാനം ചരിഞ്ഞ പള്ളി നേരെയാക്കുന്നു. മാർപ്പാപ്പ സൂക്ഷിച്ചു നോക്കി. അയാൾ തൻ്റെ മുമ്പിൽ പകൽ സമയത്ത് വന്ന പ്രാകൃത വേഷക്കാരിയായ സന്യാസി തന്നെ. അസ്വസ്ഥനായ മാർപ്പാപ്പ പിറ്റേന്ന് രാവിലെ ഫ്രാൻസിസിനെയും കൂട്ടരെയും ആളയച്ചു വരുത്തി. അവർക്ക് പറയാനുണ്ടായിരുന്നത് മുഴുവൻ കേട്ടു. ഉടൻ തന്നെ മാർപ്പാപ്പ കർദിനാളന്മാരുടെ യോഗം വിളിച്ചുകൂട്ടി വിഷയം അവതരിപ്പിച്ചു. പലരും ഫ്രാൻസിസിൻ്റെ നിയമാവലിയെ എതിർത്തു. സ്വത്തും പണവുമില്ലാതെ എങ്ങനെ ജീവിക്കും? നിത്യം ദാരിദ്ര്യം. ഇങ്ങനെയൊരു ജീവിതം പ്രായോഗികമോ? ഇങ്ങനെ എതിർപ്പിനെയും സംശയത്തിൻ്റെയും പല ഭാഗത്തു നിന്ന് ഉയർന്നു. ഫ്രാൻസിസിൻ്റെ അപേക്ഷ തള്ളപ്പെടുമെന്നായപ്പോൾ പ്രഗത്ഭ പണ്ഡിതനായ ജോൺ കൊളോണ ഫ്രാൻസിസിനു വേണ്ടി വാദിച്ചു. സഹോദരങ്ങളെ, പരിശുദ്ധ സുവിശേഷമനുസരിച്ച് ജീവിക്കാനുള്ള അനുവാദമാണ് ഫ്രാൻസിസ് ആവശ്യപ്പെടുന്നത്. നാം അയാൾക്ക് അനുവാദം കൊടുക്കാതിരുന്നാൽ ക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിച്ചത് അപ്രായോഗികമായ കാര്യങ്ങളാണെന്ന് വരും. ഫലത്തിൽ അത് ക്രിസ്തുവിനെ അവഹേളിതമായി തീരും. അതുകൊണ്ട് തന്നെ അയാളുടെ ആവശ്യത്തെ നിഷേധിക്കുവാൻ നമുക്ക് അവകാശമില്ല. മാർപ്പാപ്പയ്ക്ക് സന്തോഷമായി. അദ്ദേഹം നിയമാവലി അംഗീകരിക്കുകയും ലോകമെങ്ങും സുവിശേഷം പ്രസംഗിക്കുവാനുള്ള അധികാരം അവർക്ക് കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഫ്രാൻസിസും സഹോദരന്മാരും മാർപ്പാപ്പയുടെ മുമ്പിൽ മുട്ടുകുത്തി വ്രതവാഗ്ദാനം ചെയ്തു. അദ്ദേഹം ഫ്രാൻസിസിനെ പുതിയ സഭയുടെ സുപ്പീരിയറായി നിയമിച്ച് പ്രഖ്യാപനം നടത്തി. കർത്താവേ,
ദുഃഖങ്ങളുടെയും വേദനകളുടെയും മധ്യത്തിലൂടെ കടന്നുപോയ ഫ്രാൻസിസിൻ്റെ ജീവിതത്തെ ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഞങ്ങൾ അംഗീകരിക്കുന്നു. വിശുദ്ധ ഫ്രാൻസിസെ, ഞങ്ങളുടെ എളിയ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ദുഃഖിതരെയും പീഡിതരെയും ആശ്വസിപ്പിക്കാനുള്ള ഭാവന നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശംസിയായിരിക്കും, സ്തുതിയായിരിക്കട്ടെ.